ഹായ് മക്കളെ, 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ രണ്ട് പ്രധാന ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. ഒന്ന് IPM ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റും മറ്റൊന്ന് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇത് രണ്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിച്ചൊന്നത് പഠിച്ചാലോ. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കീടനിയന്ത്രണമാണ്, അതായത് സംയോജിത കീടനിയന്ത്രണം. കീടങ്ങൾ അതായത് വളരെ ശല്യമാണെങ്കിൽ നമുക്ക് കൃഷി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഫാമിങ്ങിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ പെസ്റ്റിനെ ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പല രീതിയിലുള്ള മെക്കാനിസം ഒന്നിച്ച് കൊണ്ടുവരുന്നതാണിത്. അതിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ട്രാപ്പുകൾ, ചില ലൈറ്റ് ട്രാപ്പുകൾ വെക്കും, നെറ്റ് ട്രാപ്പുകൾ വെക്കും. ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചില കീടങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യും. അതായത് ഒരു കീടത്തിനെ നമുക്ക് പിടിക്കാനായിട്ട് മറ്റൊരു ജീവിയുടെ സഹായം തേടാം. അതായത് നമ്മൾ പറയുന്ന പോലത്തെ തവളയൊക്കെ ഇതുപോലത്തെ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ളത് യൂസ് ചെയ്യാറുണ്ട്. അതും മണ്ണിനൊന്നും ദോഷം ചെയ്യാത്ത രീതിയിൽ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ്. അത് പക്ഷേ നമ്മൾ കൂടുതലും പറയുന്ന ഒരു കാര്യമല്ല. എങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെളുത്തുള്ളി കഷായം ഒക്കെ പോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പല രീതിയിലുള്ള കീടനിയന്ത്രണ മാർഗങ്ങളാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, സംയോജിത കീടനിയന്ത്രണം. ഇനി ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ എന്താ, ഒരിടത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ പലതരത്തിലുള്ള ഡൈവേഴ്സ് ഫാം നമ്മൾ നടത്തുകയാണ്. നമുക്ക് മത്സ്യകൃഷി ഉണ്ടാകും, താറാവ് വളർത്തലുണ്ടാകും, കോഴി വളർത്തലുണ്ടാകും, അതിന് കൂടെ തന്നെ നെൽകൃഷി ഉണ്ടാകും, കുളത്തിൽ മീനിനെ വളർത്തുന്നുണ്ടാകും. ഇങ്ങനെ പല രീതിയിൽ വിവിധ തരത്തിലുള്ള ജീവികളെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫാമിംഗ് ചെയ്യുന്നതിനെയാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ വീടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ IPM-ഉം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗും മാറിപ്പോകേണ്ട ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക.